ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കെ യു ജനീഷ് കുമാർ ഉണ്ട്, കോന്നി എം.എൽ.എ. ടെലിഫോൺ ലൈനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ കെ യു ജനീഷ് കുമാർ, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം, പറഞ്ഞോ. ശരി. അപ്പോൾ എന്തായാലും താങ്കൾ സമയമുള്ളിടത്തോളം നമ്മുടെ ഈ ചർച്ചയിൽ തുടരണം എന്ന് ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ആദ്യം തന്നെ ഈ ഹെലി കേരള എന്ന കമ്പനി വാഗ്ദാനം കൊടുത്തൊരു ടൂറിസം ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ഈ ഒരു ദർശന സൗകര്യം ഒരുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഈ ഒരു പരസ്യത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു, സുമോട്ടോ കേസെടുത്തു. അത് മാത്രമല്ല, ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ ദേവസ്വം ബോർഡിന് വിമർശനമുണ്ടായി, ഹെലി കേരള എന്ന കമ്പനിക്ക് വിമർശനമുണ്ടായി. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്ത് നടപടിയെടുത്തു എന്ന് ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. മാത്രമല്ല, പരസ്യം പിൻവലിക്കണമെന്ന് ഹെലി കേരളയോട് പറഞ്ഞു. പക്ഷേ പരസ്യം ഇതുവരെ ഒരു വെബ്സൈറ്റിൽ നിന്ന് മാറ്റിയിട്ടില്ല, സാമൂഹ്യ മാധ്യമങ്ങളിലും ആ പരസ്യം കാണും. ഇതിൽ വഞ്ചിതരായി, ഇതൊരു തട്ടിപ്പ് കമ്പനി ആണെന്ന്, അല്ലെ ഒരിക്കലും ദർശനം ഹെലികോപ്റ്ററിൽ കൂടി ഇറക്കാം എന്നുള്ളത് ശരി. ഒരു 20,000 രൂപ ഒരു ലാൻഡിങ്ങിന് വാടക കൊടുത്താൽ ഹെലികോപ്റ്ററിൽ അവിടെ ഇറങ്ങാം. അതിനുശേഷം നിലക്കൽ നിന്ന് പമ്പ വരെ കാറിൽ കൊണ്ടുപോകാം. എത്ര തിരക്കുണ്ടെങ്കിലും സന്നിധാനത്തെത്തിച്ച് VIP ദർശനവും സാധ്യമാക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ VIP ദർശനം ശബരിമലയിൽ സാധ്യമല്ല എന്നുള്ളതാണ്. ഈ തട്ടിപ്പിൽ ഇതിനോടകം എത്ര പേർ കുടുങ്ങി വഞ്ചിതരായിട്ടുണ്ടാകും എന്നുള്ളതാണ്. കാരണം ആദ്യം ഈ പരസ്യം ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ തന്നെ ജനം TV-യിൽ നിന്ന് ദേവസ്വം ബോർഡിനോട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുള്ളതുമാണ്. പക്ഷേ ഇന്ന് നാളിതുവരെ ആയിട്ടും ഹൈക്കോടതി ഈ ചോദ്യം ചോദിച്ചപ്പോൾ പോലും ദേവസ്വം ബോർഡ് ആ ഒരു സമയം വരെയും അതിലൊരു നടപടി എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ഭക്തർ ഇതിനോടകം ഈ പരസ്യത്തിൽ കുടുങ്ങി വഞ്ചിതരായിട്ടുണ്ടാകും എന്നുള്ളതാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മള് 2016-17 ആ തീർത്ഥാടന കാലത്താണ് ഹെലിപ്പാഡ് നിലയ്ക്കലിൽ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥയിൽ തയ്യാറാക്കുന്നത്. അതിനുശേഷം ഇതുവരെ ഒരു കമ്പനിക്കും ദേവസ്വം ബോർഡ് അധികാരം കൊടുത്തിട്ടില്ല, അവർ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഇപ്പൊ ഇത് സംബന്ധിച്ച് ഹെലി കേരളയുടെ പരസ്യം വന്നു. പരസ്യം വന്ന സമയത്ത് തന്നെ നിയമപരമായി അതിന്റെ കാര്യങ്ങൾ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതി ഇപ്പം ഇടപെട്ടതിന്റെ ഭാഗമായി നിയമപരമായി മറ്റ് നടപടികളിലേക്ക് സ്വാഭാവികമായും എത്തിച്ചേരുകയും ചെയ്യും. ദേവസ്വം ബോർഡിന് ഇതിൽ ഒരു കമ്പനിയെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ഈ ഹെലി കേരള എന്ന കമ്പനിക്കെതിരായി നിയമപരമായ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി, പരസ്യം വന്നതിന് ശേഷം നിയമപരമായ മറ്റ് കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി എന്തുകൊണ്ട് ഈ പരസ്യം ഇതുവരെ അതിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ശ്രീ കെ യു ജനീഷ് കുമാർ. കാരണം 15-ാം തീയതിയാണ് ജനം TV വാർത്ത പുറത്തുവിടുന്നത്. അതിന് മുൻപായി തന്നെ ദേവസ്വം ബോർഡിനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതുമാണ്, ഞങ്ങളുടെ പ്രതിനിധി വിളിച്ച് സംസാരിച്ചിട്ടുള്ളതുമാണ്. ഈ നിയമ നടപടി എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഘട്ടം വരെ പോകേണ്ടതില്ലല്ലോ. കൃത്യമായി അതിന് മുൻപ് തന്നെ ഒരു മാധ്യമക്കുറിപ്പ്, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കുടുങ്ങിയ എത്ര പേർ വഞ്ചിതരായിട്ടുണ്ടാകുമെന്നുള്ളതാണ്. ആദ്യം തന്നെ ഇതൊക്കെ ആവാമായിരുന്നു. അല്ല, അതിന്റെ ഒരു പ്രശ്നം നമ്മുടെ ഇപ്പോ ഹെലിപ്പാഡ് ഉപയോഗിക്കാൻ വേണ്ടി 20,000 രൂപ ദേവസ്വം ബോർഡിന് അടച്ചാൽ ഹെലിപ്പാഡ് ഉപയോഗിക്കാൻ ആർക്കും അനുമതി നമ്മൾ കൊടുക്കും. ഇപ്പോ ഏത് ഒരു ഹെലികമ്പനി അല്ല, ഏത് കമ്പനി വേണമെങ്കിലും 20,000 രൂപ അടച്ചാൽ അവർക്ക് അനുമതി ദേവസ്വം ബോർഡ് കൊടുക്കും. ദേവസ്വം ബോർഡ് അനുമതി കൊടുത്തു എന്ന് പറഞ്ഞ് അവിടെ ഹെലിപ്പാഡ് ഇറക്കാൻ വേണ്ടി കഴിയില്ല, ഹെലികോപ്റ്റർ ഇറക്കാൻ വേണ്ടി കഴിയില്ല. പിന്നീട് അതിന്റെ കേന്ദ്ര സർക്കാരിന്റെ സിവിൽ ഏവിയേഷൻ വകുപ്പിന്റെ അനുമതിയാണ് ആവശ്യം. ആ അനുമതിയോടുകൂടി മാത്രമാണ് ഹെലികോപ്റ്റർ ഇറക്കുന്നത്. ഇപ്പൊ ഇതിനു മുമ്പും ഈ ഹെലിപ്പാഡ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കല്യാണിന്റെ ഹെലികോപ്റ്റർ എത്തി, അവർ 20,000 രൂപയും GST-യും ദേവസ്വം ബോർഡിന് അടച്ചുകൊണ്ട് ഹെലിപ്പാഡ് ഉപയോഗിക്കാൻ വേണ്ടി അനുമതി ദേവസ്വം ബോർഡ് കൊടുക്കും. അതിനുശേഷം ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ വേണ്ടി സിവിൽ ഏവിയേഷൻ വകുപ്പ് അനുമതി കൊടുത്താൽ അവിടെ ഏത് കമ്പനിക്കും ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാവാം ഇങ്ങനെ ഒരു പരസ്യം ഈ കമ്പനി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് എന്തായാലും ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ല, ഗവൺമെന്റിന്റെ അനുമതിയില്ല, സിവിൽ ഏവിയേഷൻ വകുപ്പിന്റെ അനുമതിയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ മറ്റ് അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് എങ്ങനെ പോകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ശ്രീ കെ ജനീഷ് കുമാർ പറഞ്ഞത് കൃത്യമാണ്. കാരണം ശബരിമലയിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് ആകാം, അത് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടി. മാത്രമല്ല, ഒരു ലാൻഡിങ്ങിന് 20,000 രൂപ. അത്തരത്തിൽ 2021 നിലയ്ക്കൽ ഹെലിപ്പാഡ് ലീസ് നൽകാൻ ടെൻഡർ വിളിച്ചിരുന്നു. പക്ഷേ 3 വർഷത്തേക്ക് കരാർ. ഒരുപക്ഷെ 20,000 രൂപ എന്നുള്ളത് അത്രയും കൂടിയ ചാർജ് ആയതുകൊണ്ടായിരിക്കും ആ പദ്ധതി പിന്നീട് നടന്നില്ല. അതല്ല ഇവിടുത്തെ വിഷയം. നിലയ്ക്കൽ നിന്ന് പമ്പ വരെ സ്വകാര്യ വാഹനങ്ങൾക്ക് പോകാൻ അനുമതിയില്ല. സ്വകാര്യ കമ്പനി പറയുന്നത് കാറിൽ അവിടെ കൊണ്ട്
പമ്പയിൽ വരെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, സന്നിധാനത്ത് കൊണ്ടുപോയി എത്ര തിരക്കാണെങ്കിലും ദർശനം കൊടുക്കാം. നമുക്കറിയാം ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തർ ഈ കൊറോണയുടെയൊക്കെ സമയത്ത് ഒരു പക്ഷേ ഇവിടേക്ക് എത്തിച്ചേരാൻ 2018 മുതൽ ആ യുവതീ പ്രവേശന സമയം മുതൽ അറിയാമല്ലോ, വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്തരുടെ ഒഴുക്ക് അങ്ങനെ കണ്ടതേയില്ല. അതിനുശേഷം പ്രളയം, കൊറോണ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ ഇത്രയും സുഗമമായ തീർത്ഥാടന കാലം ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ ഒരുപാട് പേർ ഒരുപക്ഷെ വഞ്ചിതരായിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഈ നിലവിൽ ഇവിടുത്തെ വിഷയം. സ്വാഭാവികമായും അത് നിയമപരമായ നടപടി ഉണ്ടാവും, അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇന്ന് കോടതി ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ രേഖാമൂലം അല്ലെങ്കിലും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യം നിയമപരമായി പരിശോധിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ഈ ചർച്ചയിൽ നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത് അതെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. അതിന് ഈ പരസ്യം വന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാൻ നിർദ്ദേശം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. കാരണം അങ്ങനെ ഭക്തരെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ആരെങ്കിലും ഏത് കമ്പനി ആയാലും അത് സംബന്ധിച്ച് നിയമപരമായ പരിശോധന നടത്തും, നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകും. അതെന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പുറത്തു വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്രീ കെ ജനീഷ് കുമാർ, ഒന്ന് തുടരണേ. താങ്കൾ ടെലിഫോൺ ലൈനിലാണ്. എന്തായാലും കഴിയുന്നിടത്തോളം സമയം തുടരാൻ വീണ്ടും ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ശ്രീ RS രാജീവ്, ശ്രീ KU ജനീഷ് കുമാർ പറഞ്ഞതുപോലെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു. ദേവസ്വം ബോർഡ് ഇനി എന്നിട്ട് കൃത്യമായി ദേവസ്വം ബോർഡിനോട് ചോദ്യവും ചെന്നു, ഇതിൻ്റെ മേലെ എന്ത് നടപടി എടുത്തു എന്നുള്ളത്. ദേവസ്വം ബോർഡ് ഇനി നിയമ നടപടിക്ക് ആലോചിക്കുന്നു. അത് ഇത്ര പതുക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണോ എന്നുള്ളതാണ്. അല്ല, അതിലാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംശയം വരുന്നത്. കാരണം 15-ാം തീയതി അറിഞ്ഞ വിഷയം ഇന്ന് 19-ആയി. ഇന്നലെ ഹൈക്കോടതി സുവമോട്ടോ കേസ് സ്ഥിരീകരിച്ചു. ഒരു പക്ഷേ ശകലമെങ്കിലും ഉളുപ്പില്ലാത്ത സംവിധാനമായിരുന്നെങ്കിൽ, തങ്ങളിൽ ഇതിനകത്തൊരു കള്ളം പോലും ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി തന്നെ പോലീസ് കമ്മീഷണർക്ക് ഡയറക്ഷൻ കൊടുക്കാമായിരുന്നു, ഒരു പരാതി അയക്കാമായിരുന്നു, ഇന്ന് രാവിലെ കൊടുക്കാമായിരുന്നു. ഈ കേസ് എടുക്കുന്ന പ്രത്യേക സിറ്റിംഗ് ആണ് ഇന്ന് നടന്നത്, ശനിയാഴ്ചയായിട്ട്. ദേവസ്വം ബോർഡുമായിട്ട് ശബരിമല വിഷയങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് 8-9 കക്ഷികളാണ് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷനും ഈ കേസിൽ. ഈ 2 പേരുടെയും ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 പേരും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പത്രത്തിൽ കൂടെ അറിഞ്ഞു എന്നതാണ്. Kerala.heli.com എന്നുള്ളത് വെബ്സൈറ്റ് വഴിയും വാർത്തകൾ വഴിയാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ഞങ്ങൾ നടപടി എടുത്തിട്ടില്ല. ആ സമയത്താണ് ഹൈക്കോടതി പറയുന്നത് നടപടി എടുക്കണമെന്ന് പറയുന്നത്. ജനീഷ് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നടപടി എടുക്കുന്നു. ഇതുവരെയും ഈ വാർത്ത നടക്കുന്ന സമയം വരെയും ദേവസ്വം ബോർഡ് ഒരു പരാതി കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയാണ് നാട്ടുകാർക്ക് സംശയം ഉണ്ടാകുന്നത്, ഭക്തർക്ക് സംശയം ഉണ്ടാകുന്നത്. ഇതുവരെ ഇത്രയും സമയമുണ്ടായിട്ട് പോലും ഇതെടുക്കുന്നത്. ഇത് എന്നറിയാമോ, 20,000 കിട്ടട്ടെ എന്ന് വിചാരിച്ചു. കാരണം KSRTC നമുക്കറിയാം ഇപ്പം എയറിൽ മാത്രമല്ലല്ലോ, റോഡിലും ഒക്കെയല്ലേ KSRTC. വേറെ ഏതെങ്കിലും പിൽഗ്രീംസ് ഒരുപാടുണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ടല്ലോ, അവിടെയൊക്കെ സബ്സിഡി അല്ലേ ഉള്ളൂ. ഇവിടെ തീവട്ടിക്കുള്ള 35% ഇത് വാങ്ങിക്കുകയല്ലേ, സെസ് ഉൾപ്പെടെ. ഇന്നലെ ചെങ്ങന്നൂരിൽ നിന്ന് പമ്പർ ഇന്നലെ വരെ എത്ര രൂപയായിരുന്നു? കഴിഞ്ഞ തീർത്ഥാടന സമയം തൊട്ട് ഇപ്പോൾ എത്ര രൂപയാണ് വാങ്ങിക്കുന്നത്? തിരിച്ചു പോകുമ്പോൾ അതിനെക്കാട്ടിയും 15 രൂപ കൂടുതലാണ്. തിരിച്ചു പോകുമ്പോൾ റോഡിന് നീളം കൂടും. അത് മനസ്സിലാവാത്ത ഭക്ഷണം. അപ്പം തീവട്ടിക്കുള്ള യഥാർത്ഥത്തിൽ നടക്കണം. അപ്പം ഒരു സൈഡിൽ കൂടെ കിട്ടണതെല്ലാം വാങ്ങിക്കാം. പോലീസിന് കൊടുക്കാം, KCBക്ക് കൊടുക്കാം, അതുപോലെ KSRTCക്ക് കൊടുക്കാം. ഇതെല്ലാം കൊടുക്കണം. ലാഭം ഉണ്ടാക്കാനുള്ള എല്ലാ വിഭാഗങ്ങൾക്കും, സർക്കാരിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും ലാഭമുണ്ടാക്കാനുള്ള ഒരു സ്ഥലമായിട്ട് സത്യത്തിൽ ശബരിമലയെ മാറ്റുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, കുറേ വർഷങ്ങളായിട്ട് പറയുന്നത്. നിരീശ്വരന്മാരെന്ന് പറയുന്നത് തന്നെ ഭക്തരെ ചൂഷണം ചെയ്യുന്നവരെ നിരീശ്വരന്മാരല്ലാതെ പിന്നെ എന്തെന്നാണ് വിളിക്കാൻ? അത് കമ്മ്യൂണിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, ആര് ചൂഷണം ചെയ്താലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഡിവോട്ടീസ് കൊടുത്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെയുണ്ട്. അതിനെ ഒന്ന് പരിപാലിക്കാൻ മാത്രമല്ല, ലക്ഷ്മി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട, പ്രളയം കഴിഞ്ഞിട്ടുള്ള പമ്പ, റീബിൽഡ് പമ്പ എത്ര കോടി കേന്ദ്ര സർക്കാർ കൊടുത്തു, സംസ്ഥാന സർക്കാരും കൊടുത്തെന്ന് പറയും. നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ എന്ത് നടന്നു അവിടെ? എന്ത് നടന്നു? എന്തെങ്കിലും ഒരു മാറ്റം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം പറയട്ടെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതൊരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കറവ പശുവാണ്. ഇത് കിട്ടാനുള്ളത് മാത്രമേ നേടിയെടുക്കാനുള്ളൂ. നമ്മൾ ഇതിനോടൊപ്പം താരതമ്യം ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്, തിരുപ്പതി. അവിടെ പോയാൽ നമ്മളെ കുടിക്കുന്ന വെള്ളം ഒരു തുള്ളി തറ വീഴ്ത്താൻ വേണ്ടി സാധിക്കുമോ? അത്രയ്ക്ക് പരിശുദ്ധമായിട്ട് കിടക്കുകയല്ലേ. ഭക്തർ എത്ര ഭക്തി നിർഭരമായിട്ടാണ് കാണുന്നത്. ഇത് അറിയാതെ തന്നെ ഉള്ളിൽ നിന്ന് കരഞ്ഞു പോകുന്ന സ്ഥലമല്ലേ അവിടെ. നേരത്തെ കരയുന്നത് അയ്യപ്പൻ്റെ ഇത് കണ്ട് മുഖം കണ്ട് അറിയാതെ കണ്ണീര് വീഴണമെങ്കിൽ ഇപ്പം നടന്നു തുടങ്ങുമ്പോഴേ കണ്ണീര് വീഴുമെന്നുള്ളതാണ് അവിടെ. അപ്പോൾ അത്രത്തോളം മാറ്റിക്കളഞ്ഞു. കാടും കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴി കൂടെ പോയ ഒരു ജനതയും ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പഴയ കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട് കല്ലും മുള്ളും ഇതൊക്കെ ചവിട്ടിപ്പോകുന്ന ഒരു ഭക്തനും അവനവിടെ ചെല്ലുമ്പം കിട്ടുന്ന സായുജ്യം എന്ന് പറഞ്ഞാൽ അതൊരു പറയുന്നതിനപ്പുറമാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ ആലോചിക്കണം. ഇന്ന് വേസ്റ്റുകൾ എല്ലാം കൊണ്ടിട്ട് ഒരു നടക്കുന്ന വഴി പോലും ശുദ്ധീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കുടിവെള്ളമില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം
എല്ലാം നശിപ്പിക്കുന്നു. ഇത് ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം മാത്രമാണ്. ഇതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള സർക്കാർ ഇതൊന്നും വില പോകില്ല എന്നുമാണ് പറയാനുള്ളത്. കാരണം ഒരു വശത്ത് ഒരിക്കൽ ആഹ്വാനം ചെയ്ത സമയത്തുണ്ടായ കഷ്ടനഷ്ടങ്ങൾ സർക്കാരിനറിയാം. അതുപോലെ സ്വയം ഭക്തർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വില പോകില്ല എന്ന് ഭരിക്കുന്ന ദേവസ്വം ബോർഡും ഭരിക്കുന്ന സർക്കാരും മനസ്സിലാക്കിയാൽ നല്ലത്. അന്ന് കാലടിച്ചോടിച്ചവർ ഇന്ന് കാല് പിടിക്കുന്ന ചിത്രങ്ങൾ പലതും പങ്കുവെച്ച് അതിനെയൊക്കെ ഇതെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊന്നും വിലപ്പോകില്ല. ഭക്തന് ആവശ്യം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തൊഴുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കലാണ് ദേവസ്വം ബോർഡിൻ്റെ ചുമതലയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയിട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ചുമതലയാണ് ആ ചുമതല. അത് പരിപാവനമായ ഹൈന്ദവ ധർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത ദേവസ്വം ബോർഡിനുണ്ട്. അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യെസ്, കാരണം ഈ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ ശബരിമലയെ അങ്ങനെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ ഒരു നിഗൂഢ നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇവിടെ ഉയരുമ്പോൾ അതിൽ കൃത്യമായി മറുപടി പറയേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീ ജനേഷ് കുമാർ അതിന് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു ഇടവേള നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയത്. ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ശ്രീ SGR കുമാർ, ഈ പറഞ്ഞതുപോലെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ്. കാരണം ഈ നടവരവ് പ്രതീക്ഷിച്ച് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ എങ്ങിയിരിക്കുകയാണ്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം പോകുന്നത്. അതുകൊണ്ട് തന്നെ 35% വരെ KSRTC ചാർജ് കൂട്ടി ഭക്തരുടെ പോക്കറ്റിൽ നിന്ന് അതെടുത്ത് കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ അവിടത്തേക്കുള്ള ഒരു തിരക്ക് കുറയുന്നുമില്ലാത്ത സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള വരുമാനം തന്നെ KSRTCക്കൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതൊക്കെ ആകുമ്പോഴും അടിസ്ഥാന സൗകര്യ വികസനം എവിടെ എത്തി നിൽക്കുന്നു? മാത്രമല്ല ഹിൽ ടോപ്പ് ദുരന്തം, പുല്ലുമേട് ദുരന്തം പോലുള്ള വിഷയങ്ങളിൽ അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷനൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരുവിധ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുമില്ല. മാത്രമല്ല അവിടുത്തെ ഭരണസമിതിയിലെ രാഷ്ട്രീയ നിയമനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഭരണ സംവിധാനം ദേവസ്വം ബോർഡിൽ നിന്ന് മാറ്റി വിശ്വാസികളെ ഏൽപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം കാലാകാലങ്ങളായി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തില് നമ്മൾ പ്രത്യേകത കാണേണ്ടത്, സാധാരണഗതിയിൽ ശബരിമലയിലേക്ക് വരുന്ന ആളുകൾ തീർത്ഥാടനത്തിനെത്തുമ്പോൾ അവർ 41 ദിവസം വ്രതമൊക്കെ അനുഷ്ഠിച്ച് വളരെയധികം ബുദ്ധിമുട്ടി ഈ മലയൊക്കെ കയറിയൊക്കെ ചെല്ലുന്ന ആളുകൾ സമർപ്പിക്കുന്ന പണം മാത്രം പോരാ. ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാതെ വളരെ സുഖലോലുപന്മാരായിട്ട് അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് എന്താ പറയുക, അയ്യപ്പൻ്റെ ദർശനമൊക്കെ നടത്തി മടങ്ങിപ്പോകുന്നവർ അതിസമ്പന്നരായിട്ടുള്ള അത്തരം വിഭാഗങ്ങളുടെ പണം കൂടി നമ്മൾ സ്വരൂപിക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ ഹെലികോപ്റ്റർ ടൂറിസത്തിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് ആർക്കും മനസ്സിലാവും. കാരണം എത്ര ഭക്തന്മാർക്കാണ് ഇവർ ഈ പറയുന്ന 45,000 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ തരം ഒരു യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുക? എത്ര പേർക്ക് സാധിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമലയിലേക്ക് എത്താത്ത എവിടെയൊക്കെയുള്ള അതിസമ്പന്നരെ ഉദ്ദേശിച്ചിട്ടാണ്, അവരുടെ പണം മാത്രമാണ് അവരുദ്ദേശിക്കുന്നത്. അത് 45,000 രൂപ ഈ ഒരു കമ്പനി വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന് എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ദർശനം, VIP ദർശനം, അതല്ലെങ്കിൽ ക്യൂ ഒന്നും ഇല്ലാതെ അവർ എങ്ങനെ സാധിക്കുന്ന അറിയില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ ധാരാളം പണം അവിടെയും വിനിയോഗിക്കപ്പെടും. അത് ഏതൊക്കെ തരത്തിലായിരിക്കും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ആർക്കും നിസ്സംശയം മനസ്സിലാവും. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ശ്രീ M ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞപ്പോൾ ഒരു വിഷയം ഞാൻ പറഞ്ഞു, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി അതില്ല എന്നുള്ളത് തുടരെ സർക്കാർ തന്നെ കോടതിയിൽ സമർപ്പിച്ച വിഷയമാണ്. അത് മാത്രമല്ല, ആരാണ് ഇതിനകത്ത് അനുവാദം കൊടുത്തതെന്നുള്ളത് ഈ സ്വയം ആ കമ്പനി തന്നെ അവരുടെ വെബ്സൈറ്റിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിന് കൂടുതൽ അന്വേഷിച്ച് പോകേണ്ടതായിട്ടില്ല. അത് ഇതുവരെ ദേവസ്വം ബോർഡിൻ്റെ കൃത്യമായൊരു മറുപടി വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കും. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ മറ്റൊരു വിഷയമുണ്ട്, അവിടെ നടക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്ത്രി കുടുംബത്തിൻ്റെ അനുമതി വേണം, അങ്ങനെയൊന്നുമില്ല. ആചാരപരമായ സ്പിരിച്വൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ തന്ത്രി കുടുംബത്തിന്. ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളാണ് 1949 മെയ് മാസം 29 കേന്ദ്ര സർക്കാരിൻ്റെ VP മേനോന് നമ്മുടെ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജ ചിത്രനാൾ രാജവർമ്മയും കൂടെ ചേർന്ന് ഒപ്പിട്ട കവനന്റിൽ പറയുന്നുണ്ട് കൃത്യമായിട്ടും ദേവസ്വം ബോർഡിൻ്റെ വിഷയങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് അത്തരം ബാധ്യതകളൊക്കെ തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. അത് നടപ്പാക്കേണ്ടത്, അതിൻ്റെ എല്ലാ വിധങ്ങളായിട്ടുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ് എന്നിരിക്കെ അത് ഉടനെ ചാരി മറ്റ് തന്ത്രി കുടുംബത്തിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്.
ഇനി അതാണ് ഇവർ വിശ്വസിക്കുന്നത്, നമുക്ക് അതാണെന്ന് വിചാരിക്കാം. പക്ഷെ ഏതെങ്കിലും കാര്യത്തിൽ ഈ ആചാരപരമായ വിഷയത്തിൽ പോലും തന്ത്രി കുടുംബത്തിനോട് ആലോചിച്ചിട്ടാണോ എന്തെങ്കിലും അവർ യുവതീ പ്രവേശന വിഷയത്തിൽ ഈ വിമർശനം ഉയർന്നു വന്നതാണ്. തന്ത്രി കുടുംബത്തോട് ആലോചിച്ചില്ല നടപ്പാക്കിയിരിക്കുന്നത്? കേസിന്റെ പിന്നില് അതെ, അവര് തന്ത്രിയോട് ചോദിച്ചിട്ടില്ല. മാത്രമല്ല തുടരെ നമുക്കറിയാം 2018 കഴിഞ്ഞ് 19 വെള്ളപ്പൊക്ക സമയത്ത്, അതുപോലെ പിന്നീട് ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ ദർശനം നടത്തുന്ന കാര്യങ്ങളിൽ, അല്ലെ കോവിഡ് സമയത്തെ നിയന്ത്രണങ്ങൾ, അതായത് ഭക്തജനങ്ങളും അന്നത്തെ തന്ത്രി ഉൾപ്പെടെ പറഞ്ഞു തൽക്കാലം ഇത് വേണ്ട. അതുപോലെ ഉത്സവത്തിന്റെ കാലത്ത് 21 ഉത്സവം 2021 20 ഉത്സവം നടത്തണം എന്ന് പറഞ്ഞപ്പം ഒക്കെ തന്ത്രി എതിർത്തു. പക്ഷെ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ആചാരപര വിഷയത്തിൽ പോലും തന്ത്രി കുടുംബത്തിന്റെ നിർദ്ദേശം സ്വീകരിക്കാത്ത ഒരു സർക്കാർ അല്ലെ ദേവസ്വം ബോർഡാണ് പറയുന്നത് അവിടെ നടക്കുന്ന എല്ലാത്തിനും തന്ത്രി. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഈ ശബരിമലയെ കുറിച്ച് ഇവരൊക്കെ ഒന്നിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് നമ്മള് കേരളത്തിലെ മാത്രമല്ല, ശബരിമല എത്തുന്ന ഏത് ഭക്തജനങ്ങൾക്കും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അവിടെ വികസനത്തിന്റെ കാര്യം പോട്ടെ, എത്ര മോശമായ സാഹചര്യമാണ് അതിന്റെ ചുറ്റുപാടും. അതുപോലെ മലിനജലത്തിന്റെ കാര്യം, ഒരു പ്രോപ്പറായിട്ടൊരു എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പോലും ഇല്ല. ഈ മലിനജലം മൊത്തം പമ്പയിലേക്ക് എത്തുകയാണ്. അത് എത്രയോ കാലങ്ങളായിട്ട് ഇതൊക്കെ നടക്കുന്നു. ഇപ്പൊ തന്നെ നടത്തുന്ന വികസനത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അവിടെ ഈ ഇവിടെ പരമ്പരാഗത പാതയിൽ കല്ല് വിരിച്ചു, ഉദ്ഘാടനം നടത്തി. എത്രയോ മീറ്റർ സ്ഥലം ഇപ്പോഴും പണിയാതെ കിടക്കുകയാണ്. ദുർഘടമായ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് ഉദ്ഘാടനം നടത്തി. അപ്പൊ എന്താണ് എന്റെ ഉദ്ദേശം? അതുപോലെ തന്നെ KSRTCയുടെ കാര്യം പറഞ്ഞു. എനിക്കൊന്നിപ്പോ കോടതി അതിലും സുഖമട്ടോ കേസ് എടുത്തിട്ടുണ്ട്. കാരണം പമ്പ നിലയ്ക്കൽ ടു പമ്പ മാത്രമല്ല അമിത ചാർജ്. ഈ ശബരിമല എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് പോകുന്ന, അല്ലെ പമ്പ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് പോകുന്ന എല്ലാ KSRTC ബസ്സും വളരെ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ചാർജാണ് ഈടാക്കുന്നതെന്ന് ഹൈക്കോടതിക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ കൂടാതെ ഈ വിഷയത്തില് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയ പത്രസമ്മേളനത്തില് ഒരു വിഷയം അദ്ദേഹം പറഞ്ഞിരുന്നു. 500 KSRTC ബസ് ഇതിനുവേണ്ടി ഓടിക്കും, 200 ബസ് പമ്പ ടു നിലയ്ക്കൽ ടു പമ്പ സർക്കുലർ സർവീസായിട്ട് ഓടും. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാന വിഷയം 40 സീറ്റാണ്, ആ സിറ്റിംഗ് ആയിട്ട് മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് അവിടെ ഒന്ന് പോയി നോക്കൂ. എത്ര ഭക്തജനങ്ങളാണ് അവിടെ നമ്മളെ വിളിക്കുന്നത്. 70 75 വരെ കുത്തി നിറച്ചുകൊണ്ടാണ് പോകുന്നത്. മറ്റ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വരെ ഉണ്ട്. കാരണം വെച്ചാൽ ബസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഓടിക്കയറുകയാണ്. കാരണം അവിടെ ആവശ്യത്തിന് ബസ്സില്ല. എന്നാൽ ഈ പ്രൈവറ്റ് ആയിട്ട് വരുന്ന കാരിയേഴ്സിനെ അറ്റ്ലീസ്റ്റ് അവരെ ഇവിടെ പമ്പ വരെ കൊണ്ടുവന്ന് ആളിനെ ഇറക്കിയിട്ട് മടങ്ങിപ്പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? എന്തുകൊണ്ടാണത്? അപ്പം അതുപോലെ തന്നെ ചെറുവാഹനങ്ങൾ നമ്മൾ പല പ്രാവശ്യം ഇപ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. ഈ ചെറുവാഹനങ്ങൾ പമ്പയിൽ 21 ഏക്കർ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്, ഹിൽ ടോപ്പും മറ്റ് പരിസരങ്ങളിലും ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട്. അതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പല കാര്യത്തിനു വേണ്ടി ശബരിമലക്കായിട്ട് നൽകിയിട്ടുള്ള ഭൂമി പോലും വേണ്ട തരത്തിൽ വിനിയോഗിക്കാതെ ഈ പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ വിഷയമാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി വേറൊരു വിഷയം ഞാൻ പറയാം. ഇപ്പൊ തന്നെ ഹെലികോപ്റ്റർ സർവീസിൽ അത് ഞാൻ വായിച്ചപ്പോൾ വിചിത്രമായ ഒരു കാര്യം കണ്ടത്, പമ്പയിലേക്ക് നിലയ്ക്കലെത്തിക്കഴിഞ്ഞാൽ, ഹെലികോപ്റ്റർ എത്തിക്കഴിഞ്ഞാൽ അവിടെ പമ്പയിലേക്ക് കാറ് വഴി, അത് കഴിഞ്ഞ് പിന്നെ ഡോളി എന്നൊക്കെ പറഞ്ഞിട്ട് മടക്കി യാത്ര ഇതുപോലാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാറിൽ വന്നവര് പമ്പയിൽ ഇറങ്ങി ഡ്രൈവർ മടക്കി കാറ് നിലയ്ക്കലിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു ദർശനം കഴിഞ്ഞ് മടങ്ങി പമ്പയിലെത്തി കാറ് വിളിക്കുമ്പോൾ കാർ അവിടേക്ക് പോലീസുകാർ എത്തിക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു കാറും വിടുന്നില്ല. അതിന് പകരം ഇവര് വീണ്ടും ഈ KSRTC ബസ്സിൽ കയറി നിലയ്ക്കലെത്തണം. എന്ത് വിചിത്രമായ കാര്യമാണെന്നാൽ. പക്ഷെ ഇവര് പരസ്യം ചെയ്യിക്കുന്ന നോക്കൂ. അതായത് ഇത് മൊത്തം അത്തരം ഈ നിഗൂഢമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവർക്കെല്ലാം ഇത്തരത്തിലുള്ള മാഫിയകൾ തന്നെ ഒന്ന് വിളിക്കണം. ഞാൻ പറയുന്നത് ഈ സർക്കാർ വിരുദ്ധമാണെന്ന് തന്നെ ഇപ്പൊ സർക്കാർ പറയുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. ദേവസ്വം ബോർഡ് വിരുദ്ധം, ഭക്തർക്ക് വിരുദ്ധം, നാടിന് ദോഷം ചെയ്യുന്ന തരത്തിൽ ആരുടെ കേന്ദ്ര സർക്കാരിന് പോലും അംഗീകാരം ഇല്ലാതെ നടത്തുന്ന ഒരു പദ്ധതിയെ മാഫിയ എന്നല്ല എന്താ വിളിക്കുക? ശ്രീ M ജയചന്ദ്രൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. മാഫിയ എന്ന് പറയില്ല, പറയാൻ പാടില്ല. എന്താ പിന്നെ പറയുന്നത്? പിന്നെ ആരാണ് ഇവര്? ഇപ്പൊ തന്നെ ഈ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇടപെട്ട് പരസ്യം പിൻവലിക്കണമെന്നും ദേവസ്വം ബോർഡ് ഇത്തരത്തില് അനധികൃതമായിട്ടൊരു പരസ്യം ആണെന്നുള്ളത് പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് എവിടെ നടന്നു? എന്ത് നടന്നു? ഈ ഒരു പരസ്യം അല്ലെങ്കിൽ വെബ്സൈറ്റ് പിൻവലിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ പേജ് മോഡിഫൈ ചെയ്യാനായിട്ട് ഏതാനും മിനിറ്റ് മതി എന്നുള്ളതിരിക്കെ ഇപ്പോഴും അത് ചെയ്തില്ലെങ്കിൽ അതൊരു ധാർഷ്ട്യമാണ്. അത് തീർച്ചയായിട്ടും മാഫിയ തന്നെയാണെന്നുള്ള സംശയമില്ല. അതുകൊണ്ട് ഈ ഇതിന്റെ പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഇവരെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് ഇവരൊക്കെ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയുണ്ട്. കേന്ദ്ര സർക്കാരിനെ പോലും അറിയിക്കാതെ, അല്ലെങ്കിൽ വേണ്ട യാതൊരു വിധത്തിലുള്ള ഓതറൈസേഷനും ഒന്നും ഇല്ലാതെ ഇവർക്ക് അനുമതി നൽകുകയും ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കാൻ പറയുന്ന മറ്റൊരു വിഷയം കൂടി എനിക്ക് പറയാനുണ്ട്.
ഈ വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളും അതുപോലെ അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. 45,000 രൂപ എപ്പോഴടയ്ക്കണം, എങ്ങനെ അടയ്ക്കണം എന്ന് പറയുന്ന കടത്തിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ സർവീസ് നിർത്താം. അതിന് കാരണം അവർ പറയും ഏത് കാരണം കൊണ്ടും ആകാം. അതല്ലെങ്കിൽ യാത്രക്കാരെ ഇതിനകത്ത് കയറ്റാതിരിക്കാം. അതുപോലെ തന്നെ പല കാര്യങ്ങളും എല്ലാം വൺ സൈഡാണ്. പക്ഷേ ഒരു യാത്രക്കാരൻ ഒരു പ്രാവശ്യം പണം അതിനകത്ത് മുടക്കി കഴിഞ്ഞാൽ 7 ദിവസത്തിന് മുമ്പ് ആ പണം ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ പണം നഷ്ടപ്പെടും എന്ന് ആലോചിച്ച് നോക്കും. ഇവർക്ക് ഏത് സമയത്തും വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പക്ഷേ യാത്രക്കാരന് 7 ദിവസം പണം മടക്കി മുമ്പ് പറഞ്ഞില്ലേ പണം മടക്കി നൽകില്ല. മറ്റൊരു വിചിത്രമായ കാര്യം എന്താണ്, അതിനകത്ത് 442 എത്ര ഒരു കിലോഗ്രാം മാത്രമേ കയറുള്ളൂ. 6 യാത്രക്കാരെ വരെ കയറ്റും. അപ്പോൾ ഒരു യാത്രക്കാരന് 70 കിലോയെ പാടുള്ളൂ സ്വയം വെയിറ്റ്. 420 കിലോഗ്രാമേ വെയിറ്റ് അതിനകത്ത് എടുക്കുള്ളൂ. അപ്പോൾ ഒരു 70 കിലോഗ്രാം വേണം ഒരു യാത്രക്കാരനും. അപ്പോൾ അതിനെനിക്ക് തോന്നുന്നത് ചിലപ്പം 75 80, കാരണം ഈ യാത്ര ചെയ്യുന്നവരുടെ കിലോഗ്രാം ഒക്കെ വെയിറ്റ് ചെയ്തിട്ടാണോ ഒരു തീർത്ഥാടനത്തിന് പോവുക. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ള ആളുടെ നിന്ന് കൂടുതൽ ചാർജ് വാങ്ങുമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലെ വളരെ പരിഹാസ്യമായ രീതിയിലുള്ളത് 420 വെയിറ്റ് ഉള്ള ഒരു 6 പേരും കൂടെ ചേർന്ന് 420 പാടുള്ളൂ, അത് കൂടാൻ പാടില്ല. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? അപ്പം ഞാൻ പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഇത് നടത്താനാണോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം ഇത് കുറെ പേര് ചേർന്നൊരു ഗൂഢാലോചന നടത്തി. ഇപ്പൊ തന്നെ എനിക്കൊന്ന് കോടാനുകോടി രൂപ പിരിഞ്ഞു കിട്ടി കാണും. ഇത് പാവപ്പെട്ട പലരും, അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്ന് വെച്ചാൽ അവര് മനസ്സുകൊണ്ട് അയ്യപ്പനെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിക്കില്ല, ധനം കൊണ്ടല്ല. ധനം കൊണ്ട് ധാരാളം സമ്പന്നരായിട്ടുള്ള പലരും ഈ ചതിയിൽ അകപ്പെട്ട് കാണും. അവര് അതുകൊണ്ട് വീണ്ടും ആ അവസരം കിട്ടുന്നതുകൊണ്ടായിരിക്കണം അവരിത് ഒരു ക്യാൻസൽ ചെയ്യോ വെബ്സൈറ്റിൽ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താതിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പോലീസ് കേസെടുത്ത് ഇതിന്റെ പിന്നിലെ ആ കമ്പനിയെ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന, നമുക്കറിയാം ശബരിമല നടക്കുന്ന എല്ലാ വിഷയത്തിന്റെയും പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഒരു സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പോരാത്തതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശബരിമലയിൽ നടക്കില്ല എന്നുള്ള ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു സംവിധാനം, നിരന്തരം പ്രശ്നങ്ങളാണ് അവിടെ. അടിസ്ഥാന സൗകര്യം മാത്രമല്ല, വികസനത്തിൽ എത്രയോ വികലമായ വികസനമാണ് ശബരിമല നടക്കുന്നത്. ഏതെങ്കിലും സ്ഥലത്ത് കാണുന്നുണ്ടോ അത്ര വൃത്തിഹീനമായ അന്തരീക്ഷം? ഹാപ്പസാഡായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ എല്ലാം വളരെ വിചിത്രമാണ്. ഈവൻ കടകളും മറ്റ് ഹോട്ടലുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അതിലേക്ക് കടന്നുള്ളത് വലിയ വേറൊരു സംഭവമാണ്. അതുകൊണ്ട് ഈ ശബരിമലയിലെ വിഷയത്തിൽ എനിക്കൊന്ന് ശക്തമായ ചില സംവിധാനം, ഇത്തരത്തിൽ തട്ടിപ്പുകാർ അതല്ലെങ്കിൽ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് ഈ ഭരണം മാറാതെ എനിക്ക് തോന്നുന്നില്ല ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിശ്വാസികൾ അർപ്പിക്കുന്ന ആ മനോഭാവത്തോടുകൂടി ക്ഷേത്രഭരണം നടത്താനായിട്ട് ഇവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ധാരാളം കമ്മീഷനുകളിലൊക്കെ ഇത്തരം റിപ്പോർട്ടുകളുണ്ട്, എത്തരത്തിലായിരിക്കണം ഭരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അവിശ്വാസികൾ ഭരിക്കുന്നു. അവിശ്വാസികളുടെ സർക്കാർ, മതനിരപേക്ഷ സർക്കാർ എന്ന് പറയുകയും ഹിന്ദു വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ക്ഷേത്ര വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു മതനിരപേക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാർ കാണിക്കുന്ന പല പല തെറ്റുകളുടെയും അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില ദുഷ്പ്രവൃത്തികളുടെയും ഫലമായിട്ട് ഇന്ന് കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു തടയിട്ടേ മതിയാകൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് സംവിധാനമാണോ അത്തരത്തിൽ വേണ്ട, തീർച്ചയായിട്ടും നമ്മൾ കോടതിയെ തന്നെ വേണ്ടി വന്നാൽ സുപ്രീം കോടതിയുടെ തന്നെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം നന്ദി. എന്തായാലും ഒരു ഇടവേള കൂടി ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ശ്രീ കെ യു ജനീഷ് കുമാർ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്കൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് ദേവസ്വം ബോർഡ് അധ്യക്ഷനെ വിളിച്ച് സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇനി നിയമ നടപടി എടുക്കുമെന്ന് പറയുന്നു. ഈ കോടതി ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് ഈ കമ്പനിക്കെതിരെ എന്ത് നടപടി എടുത്തുവെന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്നുള്ള ചോദ്യമാണ് വീണ്ടും ഒരിക്കൽ കൂടി ഉന്നയിക്കേണ്ടി വരുന്നത്. കാരണം ആ ഒരു സംശയം മാറുന്നില്ല, അതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇത്രയും താമസം വന്നു? മാത്രമല്ല പോലീസിനോട് ഈ ഒരു കമ്പനിയുടെ ആധികാരികത സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിനോടകം എത്ര പേർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും, വഞ്ചിതരായിട്ടുണ്ടാകും, എത്ര പേരുടെ കാശ് പോയിട്ടുണ്ടാകുക എന്നൊക്കെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ പോലീസിനൊരു നിർദ്ദേശം കൊടുക്കാൻ അതിനൊക്കെ ഇത്രയും താമസം എടുത്തത് എന്തുകൊണ്ടാണെന്നാണ് ശ്രീ ജനീഷ് കുമാർ എനിക്ക് വീണ്ടും താങ്കളോട് സംശയമായി ചോദിക്കാനുള്ളത്. ശ്രീലക്ഷ്മി, ഞാൻ അതിലേക്ക് വരാം, ഞാൻ പറയാം. പക്ഷേ എനിക്ക് ഒരു സംശയം, ഇവര് ഈ പറയുന്ന ശബരിമല കർമ്മസമിതി കൺവീനറൊന്നും ശബരിമലയിൽ വന്നിട്ടില്ലേ എന്ന് എനിക്കൊരു സംശയം. ഇത്തവണ വന്നില്ല എന്ന് തോന്നുന്നു. കാരണം നിങ്ങളുടെ ജനൻ ടി വി റിപ്പോർട്ടറും എല്ലാം ശബരിമല ഉണ്ടായിരുന്നു, ആളുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നലെ അവര് തന്നെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. എല്ലാ സൗകര്യങ്ങളോടും കൂടി സുഗമമായ ഒരു തീർത്ഥാടനം എല്ലാവരും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്.
ഇല്ല, കാരണം ജനം ടി വി ശ്രീ ജനീഷ് കുമാർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ക്ഷമിക്കണേ. കാരണം ജനം ടി വി വിഷ്വൽസ് ഉൾപ്പെടെ ഇപ്പോഴും ഉണ്ട്, വേണമെങ്കിൽ കാണിക്കാം. അവിടെ കയറിപ്പോകുന്ന വഴിയിൽ കല്ലുൾപ്പെടെ ഇളകി കിടക്കുകയാണ്. ഓ പറയാം, ഞാൻ പറയുന്നത് പൂർത്തീകരിക്കേ. ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാൻ അവസരം തരണം. അപ്പോ കല്ലിളകിയിട്ടുണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കല്ലിളകിയതാണ് ഇത്തവണ ജനം ടി വിയുടെ ഏറ്റവും വലിയ വാർത്ത. അത്രത്തേക്ക് മാറ്റം ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. ഞാൻ ദേവിയായിട്ട് പറയുകയാണ്, ഈ തീർത്ഥാടന കാലത്തെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത്. നിങ്ങൾ വെറുതെ വിവാദമുണ്ട്. ശബരിമലയെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഈ തീർത്ഥാടനത്തെ കളങ്കപ്പെടുത്തരുത് എന്ന് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ശബരിമല കർമ്മസമിതി കൺവീനർക്ക് അറിയാൻ വയ്യാത്തതല്ല, ആരാണ് ചെറുവാഹനങ്ങളെ പമ്പയിലേക്ക് നിരോധിച്ചത്. അദ്ദേഹത്തിന് അറിയാൻ വയ്യാന്നാന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് അത് നന്നായിട്ട് അറിയാം. പക്ഷെ വളരെ ബോധപൂർവം ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ കിടക്കട്ടെ ദേവസ്വം ബോർഡിനെതിരെ. ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം എന്തായിരുന്നു? ദേവസ്വം ബോർഡാണ് ഹൈക്കോടതി ഹൈപ്പവർ കമ്മിറ്റിക്ക് മുമ്പാകെ പോകുന്നത്. ചെറുവാഹനത്തെ പമ്പയിലേക്ക് അനുവദിക്കാൻ അനുമതി കൊടുക്കണം. ദേവസ്വം ബോർഡാ പോകുന്നത്. ഹൈക്കോടതിയിൽ ഹൈപ്പവർ കമ്മിറ്റിയാണ്, ഹൈക്കോടതിയാണ് പറഞ്ഞത്. എങ്ങനെ വെറുതെ പറയുകയല്ല. ജഡ്ജിമാർ 2 ആളുകൾ അവിടെ വന്നു, പമ്പയിൽ വന്നിട്ട് ഈ സംവിധാനമെല്ലാം നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു ഇത്തവണ അസാധ്യമാണ്. അവരുടെ തീരുമാനമാണ്. അവർ പറഞ്ഞു ഇത്തവണ അസാധ്യമാണ്. കാരണം ഇവിടെ ഈ കഴിഞ്ഞ വർഷത്തെ മഴ, പ്രളയം ഇതെല്ലാം നിൽക്കുന്നു. ചെറുവാഹനങ്ങൾ കണ്ടമായി വന്നാൽ അതെല്ലാം കൂടി പാർക്ക് ചെയ്യാൻ സംവിധാനം അവിടെ ഒരുക്കിയാൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഹൈക്കോടതിയാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം അവിടെ അനുവദിക്കണം എന്നുള്ളതായിരുന്നു. അത് അദ്ദേഹത്തിന് അറിയാൻ വയ്യാതെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പൊ തന്നെ BJPയുടെ പ്രതിനിധി ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി പോയി ഒരു അയ്യപ്പ ഭക്തന്റെ കാലിൽ മസിൽ വന്നപ്പോ അതിനെ ഒന്ന് സഹായിച്ചു. ഞങ്ങൾ 2 ആളും കൂടിയാണ് ഇറങ്ങി വരുന്ന കൂട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു അയ്യപ്പ ഭക്തൻ പെട്ടെന്ന് കാലിന് മസിൽ കയറി വീഴാൻ പോകുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ ചെന്നു. മന്ത്രി, അദ്ദേഹത്തിന് ഇതിന്റെ ഒരു വശമുണ്ടായിരുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെട്ടു. അതിനെ പോലും അയ്യപ്പ ഭക്തന്റെ കാല് പിടിക്കുന്നു. 2 വർഷത്തിന് മുമ്പ് ഇത് കാല് അടിച്ചൊടിക്കുകയാണ് ചെയ്തത്. ഇതേ മന്ത്രിമാരുടെ ആരംഭം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ഈ സർക്കാർ ഈ മണ്ഡലകാല ആരംഭം ഇല്ലാതാക്കാൻ ശ്രമിച്ച ജിനീഷ് കുമാർ പറയണം. ഈ മണ്ഡലകാല ആരംഭം ഇല്ലാതാക്കാൻ ശ്രമിച്ച ആരാണ്? സർക്കുലർ ഇറക്കിയ ആരാണ്? സർക്കുലർ ഇറക്കിയ BJP ആണ്. സർക്കുലർ ഇറക്കിയ ദേവസ്വം ബോർഡാണ്. സർക്കുലർ ഇറക്കിയ പിൻവലിക്കേണ്ടി വന്നില്ലേ? BJP പറഞ്ഞപ്പോ പിൻവലിക്കേണ്ടി വന്നില്ലേ? തെറ്റുണ്ടാക്കി വെച്ചതല്ലേ? വിഷയം ഉണ്ടാക്കാൻ ശ്രമിച്ചതല്ലേ? അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാതിരിക്കാൻ പറയൂ. പറഞ്ഞ ഘട്ടത്തിലൊക്കെ മിണ്ടാതിരിക്കല്ലായിരുന്നോ? ശ്രീ ജനീഷ് കുമാർ, വേറൊന്നും കൊണ്ടല്ലേ, കാരണം എന്താണെന്ന് അറിയാമോ, ഇത് നിങ്ങൾ ഈ ഇത്രയും വിവാദം ഉണ്ടാക്കാതിരിക്കുമെന്ന് അപേക്ഷിച്ച് ജനം ടിവിയോട് അപേക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ഭക്തർക്കൊപ്പമേ നിന്നിട്ടുള്ളൂ. ഈ ആചാര ലംഘനങ്ങൾ തൊട്ട് ഇപ്പോൾ ഹെലികോപ്റ്റർ ടൂറിസം വരെ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്നത് ജനം ടിവി തന്നെയാണ്. അതല്ല, കാരണം ഈ സർക്കുലറിൽ ഒന്നാമതായി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അവിടെ പ്രവേശനം ഉണ്ടെന്ന് പോലീസിനുള്ള നിർദ്ദേശമാണ്. ബിന്ദു അമ്മിണിയെ പോലുള്ള ആക്ടിവിസ്റ്റുകൾ അത് ഏറ്റെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക വരെ ചെയ്തു. അവർ അവിടേക്ക് ചെന്നാൽ വിവാദം ഉണ്ടാവുക മാത്രമല്ല പ്രക്ഷുബ്ധമാകും. അപ്പൊ ആരാണ് അതിന് വഴിവെച്ചത്? പിശകായി പോയെന്നാണ് ദേവസ്വം ബോർഡ്, ക്ഷമിക്കണം, ദേവസ്വം മന്ത്രി പറഞ്ഞത്. പിശകായി എങ്ങനെ പിശക് പറ്റുന്നു? ശ്രീ ജനീഷ് കുമാർ, കേൾക്കാമോ? അല്ല, ഞാൻ ടെലിഫോണിലാണ് പങ്കെടുക്കുന്നത്. നിങ്ങൾ 7:35 എന്നെ വിളിക്കുന്നത്. ഞാൻ ഈ കാര്യം വിശദീകരിക്കുമ്പോ ലക്ഷ്മി ഒരു സൈഡിൽ നിന്നും BJPയുടെ പോയി മറ്റു സൈഡിൽ നിന്നും സൗണ്ട് ഉണ്ടാക്കി ഞാൻ പറയുന്നത് ജനം കേൾക്കണ്ട എന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞോളൂ. അല്ല, അങ്ങനെ ഞാൻ ആദ്യം നിങ്ങളെല്ലാം 2-3 ആളുകൾ അവിടെ ഇന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ തന്നെ മുമ്പേ സൂചിപ്പിച്ചല്ലോ തീർത്ഥാടന ടൂറിസം. ആരാന്നറിയോ ഈ തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി ശബരിമലയിൽ എത്തിയത്? കഴിഞ്ഞ തവണ ഒരാൾ എത്തിയിരുന്നു. BJPയുടെ സ്നേഹിതൻ അറിയാമെന്ന് ഞാൻ കരുതുന്നു. അത് മറ്റാരുമല്ല, യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ MP ആയിട്ടുള്ള അദ്ദേഹമാണ്. അവിടെ ഹെലിപ്പാഡിലെത്തി പിന്നെ ശബരിമലയിൽ ദർശനത്തിന് പോയത്. സാധാരണ ഭക്തരൊന്നുമല്ല.
അവിടെ ഈ ഹെലിപ്പാഡിൽ ആരെങ്കിലും വരണമെങ്കിൽ അനുമതി കൊടുക്കേണ്ടത് ആരാണെന്ന് ലക്ഷ്മിക്കറിയാം, BJPയുടെ പ്രതിനിധിക്കറിയാം, ശബരിമല കർമ്മസമിതിയുടെ പ്രതിനിധിക്കറിയാം, എല്ലാവർക്കും അറിയാം. അത് കൊടുക്കേണ്ടത് ആ ദേവസ്വം ബോർഡിന്റെ ഹെലിപ്പാഡ് ഉപയോഗിക്കാനുള്ള അനുമതി മാത്രമേ കൊടുക്കാൻ കഴിയൂ. അത് ഇനി ദേവസ്വം ബോർഡിനല്ല, ആ പ്രദേശത്ത് ആർക്കെല്ലാം ഹെലിപ്പാഡുണ്ടോ അവർക്ക് ആ ഹെലിപ്പാഡ് ഉപയോഗിക്കാൻ അനുമതി കൊടുക്കാം. കേന്ദ്ര സർക്കാരിന്റെ സിവിൽ ഏവിയേഷൻ വകുപ്പാണ് അനുമതി കൊടുക്കേണ്ടത്. പിന്നീട് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. ദേവസ്വം ബോർഡ് ശബരിമലയെ എന്തോ കറവ പശുവായി കാണുന്നു എന്ന നിലയിലൊക്കെ ദേവസ്വം ബോർഡിന്റെ 1 രൂപ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1 രൂപ സംസ്ഥാന സർക്കാരിലേക്ക് വരുന്നില്ല, സംസ്ഥാന സർക്കാർ എടുക്കുന്നുമില്ല. പക്ഷെ ഒരു തീർത്ഥാടന കാലം നടത്താൻ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വഴി ചെലവഴിക്കുന്നത്. അതിന് കണക്ക് പറയല്ല, അത് ഉത്തരവാദിത്തമാണ് ഗവൺമെന്റിന്റെ. വളരെ തെറ്റായ നിലയിലുള്ള പ്രചരണം കൊടുക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ പൈസ ശബരിമല വരുവാൻ ദേവസ്വം ബോർഡിന്റെ ആണ്, അതിന്റെ എല്ലാം വരുമാനം ക്ഷേത്രങ്ങൾക്കാണ്. അതല്ലാതെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് അടിസ്ഥാനരഹിതമാണ്. ദയവ് ചെയ്ത് ഈ തീർത്ഥാടനമെങ്കിലും സുഗമമായി നമുക്ക് നടത്തണം. അതെ, അത് അങ്ങോട്ട് കൂടി ഒരു റിക്വസ്റ്റ് ആണ് സർക്കാരിനോട്, ദേവസ്വം ബോർഡ് റിക്വസ്റ്റ് അങ്ങോട്ട് കൂടി വെക്കാനുണ്ട്. ഇതുപോലെ തന്നെ വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. താങ്കൾ എന്തായാലും ടെലിഫോൺ ലൈനിൽ കാണുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വിദ്യാസാഗർ ഗുരുമൂർത്തി കൂടിയുണ്ട്, സാമൂഹ്യ നിരീക്ഷകൻ. വിദ്യാസാഗർ ഗുരുമൂർത്തി, കുറച്ച് താമസിച്ചാണ് താങ്കളെ ചർച്ചയിലേക്ക് കിട്ടിയത്. എന്തായാലും ഇപ്പോൾ MLA പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. ഇങ്ങോട്ട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ തീർത്ഥാടന കാലം ഒന്ന് സുഗമമാക്കാൻ നിങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കല്ലേ എന്നൊക്കെ അപേക്ഷിക്കുകയാണ്. അത് തന്നെയാണ് തിരിച്ചും സർക്കാരിനോടും ദേവസ്വം ബോർഡിനും പറയാനുള്ളത് എന്നുള്ളതാണ് വിശ്വാസ സമൂഹത്തിനും. കാരണം ഈ തുടക്കത്തിൽ തന്നെ പോലീസിന് കൊടുത്തൊരു നിർദ്ദേശം എന്നുള്ളത് ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനം ഉണ്ടെന്നുള്ളതായിരുന്നു. അത് ജനം TV വാർത്തയാക്കിയപ്പോഴേക്കും അത് തിരുത്തി, അത് പിശക് പറ്റിയതാണെന്ന് പറഞ്ഞു. വിഴിഞ്ഞത്ത് ഈ ഹൈക്കോടതിയുടെ നിരവധി നിർദ്ദേശങ്ങൾ വിഴിഞ്ഞ നിർമ്മാണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സുഗമമായി നിർമ്മാണം സാധ്യമാക്കണം ഉള്ളതായി നമുക്കറിയാമല്ലോ. നിരവധി തവണ അത്തരത്തിൽ ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ അവിടെയൊന്നും അങ്ങനെ ഒരു മുൻകരുതലോ ഒരു തയ്യാറെടുപ്പോ ഒന്നും സർക്കാർ എടുത്തില്ല. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന ഹെലികോപ്റ്റർ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് വാർത്ത പുറത്തു വന്നു. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. തിങ്കളാഴ്ച വീണ്ടും ആ കേസ് പരിഗണിക്കാനായി വെച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിന് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായി. ഈ ഒരു പരസ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, ഈ സ്വകാര്യ കമ്പനിയുടെ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്ത് നടപടി എടുത്തു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച MLA പറഞ്ഞത് അദ്ദേഹം ഈ ചർച്ചയിൽ വരുന്നതിന് തൊട്ട് മുൻപായി ദേവസ്വം ബോർഡ് അധ്യക്ഷനോട് സംസാരിച്ചിരുന്നു. ഇനി അങ്ങോട്ട് നിയമ നടപടികൾ കൈക്കൊള്ളുന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത്രയും കാലതാമസം വരുന്നു എന്നുള്ളതാണ്. ആ ഒരു സംശയമാണ് സ്വാഭാവികമായി അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ പൊതുവിലുള്ള സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഈ ഹെലി കേരള എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഈ ഓഫർ ഇട്ടിട്ടുണ്ട് പരസ്യമായിട്ട്. ശബരിമലയിലേക്ക് വരാനും അവിടുന്ന് പിക്കപ്പ് ഏർപ്പെടുത്താനും അതുപോലെ അവിടെ ഭക്തജനങ്ങൾക്ക് അവിടെ ദർശനം നടത്താനുള്ള സൗകര്യവും തിരിച്ച് അവർക്ക് അവരെ തിരിച്ചു കൊണ്ടുവിടാനുള്ള സൗകര്യം ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 45,000 മറ്റാണ് ഒരാളോട് വാങ്ങുന്നത്. 6 പേർക്ക് യാത്ര ചെയ്യാം, ഒരു സീറ്റ് ബുക്ക് ചെയ്യാം, ഒന്നിച്ചൊരു ഹെലികോപ്റ്റർ ബുക്ക് ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ ആദ്യത്തെ ചില വരികൾ വായിക്കാൻ ഞാൻ, ശബരിമല ടെമ്പിൾ ഇസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് അയ്യപ്പ. അയ്യപ്പ എന്ന് എഴുതിയിട്ടുള്ളൂ. ദി ഗോഡ് ഓഫ് ഗ്രോത്ത് എന്നാണ്. ആരാണോ പറഞ്ഞു കൊടുത്തത് ഈ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അയ്യപ്പൻ ഗ്രോത്തിന്റെ ദേവതയാണെന്നാണ് എനിക്ക് മനസ്സിലായി. എന്ത് ഗ്രോത്ത് ആണെന്ന് മനസ്സിലാവുന്നില്ല. പ്രിൻസ് മണികണ്ഠൻ ഇസ് കൺസിഡേർഡ് എൻ അവതാർ ഓഫ് അയ്യപ്പൻ. അയ്യപ്പന്റെ അവതാരമാണ് മണികണ്ഠൻ എന്നാ പറയുന്നത്. എനിക്ക് മനസ്സിലായി. ഇത് സത്യം പറഞ്ഞാല് എന്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് ഇത് ഏതൊരു മതേതരന്റെ അല്ലെങ്കിൽ ഇതര മതസ്ഥന്റെ സ്ഥാപനമായിരിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം അയ്യപ്പനെ പറ്റി ഒരു ചുക്കും അറിയാത്തവരാണ് അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്കും അല്ലെങ്കിൽ അയ്യപ്പന്റെ ദിവ്യ സന്നിധാനത്തിലേക്കും ആളുകളെ എത്തിക്കാന്ന് പറയുന്നത്. അടുത്ത സെന്റൻസ് ഏറ്റവും രസകരമാണ്. അതിൽ പറയുന്നത്, വി ആർ ഹാപ്പി ടു ഇൻഫോം ദാറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം Travancore Devaswam Board has agreed to permit helicopter services to Shabarimala. അപ്പൊ ഇത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള സർവീസുകളെ അനുവദിച്ചിരിക്കുന്നു, അതിനോട് യോജിച്ചിരിക്കുന്നതാണ് അവർ തന്നെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ്. എന്ന് വെച്ചാൽ ഇത്തരം ഹെലികോപ്റ്റർ സർവീസ്, പണം വാങ്ങിയിട്ടുള്ള ഇത്തരം പ്രൈവറ്റ് ഹെലികോപ്റ്റർ സർവീസസ് ശബരിമലയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള സെക്യൂരിറ്റി കൺസേൺസ് ഉള്ള സ്ഥലത്തേക്ക് ഈ ഹെലികോപ്റ്റർ പറത്തുക കാനന മേഖലയിൽ എന്ന് പറഞ്ഞാൽ അത് സുരക്ഷാ ഭീഷണിയാണ്. ഇത്തരം വിവരങ്ങൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ മറ്റുള്ളവർക്ക് എത്താനും തീവ്രവാദികൾക്ക് കടന്നു പോകാൻ 45,000 രൂപയുടെ ആർക്കും
കാടിന് മുകളിലൂടെ പറക്കാം എന്ന രീതിയിലാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ജാഗ്രതയില്ലായ്മയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മുമ്പ് എപ്പോഴും ചെയ്യുന്ന പോലെ പിടിക്കപ്പെട്ടാൽ കൈ കഴുകുന്ന അവസ്ഥയാണ്. നമ്മുടെ അവിടുത്തെ MLA പറഞ്ഞ് ഞാൻ കേട്ടു, ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു രൂപ പോലും സർക്കാർ എടുക്കുന്നില്ല, സർക്കാർ ദേവസ്വം ബോർഡിനെ തീറ്റിപ്പോറ്റുകയാണ്. എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈസ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ? ഇത് ഭരണഘടനാ വിധേയമായിട്ടുള്ള നടപടിയാണോ? ഒരു മതത്തിന്റെ മാത്രം ക്ഷേത്രങ്ങൾക്ക് അങ്ങോട്ട് സർക്കാർ ഇങ്ങനെ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നീതിയാണോ? അത് ഭരണഘടനാ വിധേയമാണോ? അല്ല. അപ്പൊ വെറുതെ അല്ല തിന്നാൻ കൊടുക്കുന്നത്. 2000 കോടി സർക്കാരിൽ കിട്ടിക്കഴിഞ്ഞാൽ 20 കോടി കൊടുക്കും. അങ്ങനെയാണ് പരിപാടി. ഈ ശബരിമല പോലെയുള്ള വലിയ ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ വലിയ തോതിൽ ഫണ്ട് വരുന്ന, ഭക്തജനങ്ങൾ കാണിക്കയിടുന്ന, വലിയ ധനം വരുന്ന ക്ഷേത്രങ്ങളിൽ പിന്നെ ഭരിക്കുകയും അവിടെ ഭക്തർക്ക് സൗകര്യമൊരുക്കി എന്ന് പറയുകയും ചെയ്യുന്നു. നമുക്കറിയാം, സുപ്രീം കോടതി വിധി വന്നപ്പോൾ രാപകലില്ലാതെ പോലീസുകാരെ ഉപയോഗിച്ച് ഭക്തന്മാരെ അടിച്ചു ഓടിച്ച, വിരി വെക്കാൻ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വിരി വെക്കാൻ സമ്മതിക്കാതെ അവിടെ മുഴുവൻ ഫയർഫോഴ്സിനെ കൊണ്ട് വെള്ളം തെളിച്ച, കക്കൂസും കുളിമുറിയും പൂട്ടിയിട്ട ഒരു സർക്കാരാണിത്. ഇവര് പറഞ്ഞ ഞങ്ങൾ എല്ലാ സൗകര്യം ഒരുക്കി. എന്താണ്? പണം. അയ്യപ്പനോട് ഇവർക്ക് ഭക്തിയില്ല. അയ്യപ്പൻ എന്നൊരു ദേവതയുണ്ടെന്നോ ആ ദേവതയ്ക്ക് ശക്തി ഉണ്ടെന്നോ ഈ സർക്കാരിനോ ഈ നിരീശ്വരവാദികൾക്കോ വിശ്വാസമില്ല. പക്ഷെ ഇവരുടെ വിശ്വാസം ഭണ്ഡാരത്തിലാണ്. ഭണ്ഡാരത്തിൽ പണം വന്ന് എങ്ങനെയെങ്കിലും തരട്ടെ. ഹെലികോപ്റ്ററിൽ വന്നിട്ടാണെങ്കിലും കാറിൽ വന്നിട്ടാണെങ്കിലും നടന്നു വന്നിട്ടാണെങ്കിലും സൗകര്യം കൊടുത്താലും ഇല്ലെങ്കിലും പണം വന്ന് നിറയട്ടെ എന്ന് മാത്രമാണ്. ഈ ജിനീഷ് കുമാർ പറഞ്ഞ കേട്ടതൊന്നും ഈ മതേതര സർക്കാർ ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. വെറുതെ കൊടുക്കുകയല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വലുതായ വരുമാനം ഓർത്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ റിലീഫ് ഫണ്ടിലേക്ക് 10 കോടി അടിച്ചു മാറ്റിയിട്ട് കേരള ഹൈക്കോടതി പറഞ്ഞത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ. ഇന്ന് വരെ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ദേവസ്വം ബോർഡിന്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് ഞങ്ങൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുകയാണെന്ന് പറയുന്നത് അല്പം ലജ്ജ വേണം, ഉളുപ്പ് വേണം. ഇവിടെ ഈ ഒരു ഹെലി കേരളക്കെതിരെ ദേവസ്വം ബോർഡ് യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ വിഷയങ്ങൾ അവർ പിൻവലിക്കേണ്ടതാണ്. ഇവർ കൃത്യമായിട്ടും ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് അവരുടെ വെബ്സൈറ്റിൽ. അപ്പൊ ഇത് ഒരു കാര്യം വ്യക്തമാണ്, ഇത് കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടി ശബരിമലയെ കേവലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി അതിന്റെ സകല ഭക്തി തീർത്ഥാടന ബന്ധമൊക്കെ വിട്ട് അതിനെ ഒരു പണം ഉണ്ടാക്കാനുള്ള ക്യാഷ് കവാക്കി നിലനിർത്താനുള്ള സർക്കാരിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നടപടി എന്നത് വ്യക്തമായി മനസ്സിലാവും. അതെ, എന്തായാലും ഒരു ഇടവേള കൂടി അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ 1950-ലെ തീവെപ്പ് തുടങ്ങി ഇപ്പോൾ ഒടുവിലായി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏറ്റവും പുതുതായി വന്ന ഹെലികോപ്റ്റർ ടൂറിസം വിവാദം ഉൾപ്പെടെ വെച്ച് നോക്കുമ്പോൾ ശബരിമലയിലെ പ്രത്യേകതകളെ, ദേവന്റെ ആചാരാനുഷ്ഠാനങ്ങളിലെ പ്രത്യേകതകളെ തകർക്കാൻ ഏതെങ്കിലും ഒരു നിഗൂഢ ശക്തി ലക്ഷ്യം വെക്കുന്നുണ്ടോ, അതിന് അധികാരവർഗവും കാവലാളാകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളായി വന്ന നമ്മുടെ ജനപ്രതിനിധി ശ്രീ KU ജനീഷ് കുമാർ, ഒപ്പം തന്നെ M ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകനൊക്കെ പറഞ്ഞത് തന്ത്രി കുടുംബം കാരണമാണ് അവിടെ വികസനങ്ങൾ നടക്കാതിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തികൾ അല്ലാതെ തന്നെ നടക്കുന്നുണ്ട്. അതൊന്നും ആരുടെയും കണ്ണിൽ പെടാതെ ഇരിക്കുന്നതാണ്. മാത്രമല്ല ഒരു അപേക്ഷ കൂടി ശ്രീ ജനീഷ് കുമാർ മുന്നോട്ട് വെച്ചിരുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ വിവാദം കൊണ്ടുവരരുത് എന്നുള്ളത്. വിവാദം അവിടേക്ക് കൊണ്ടുവരാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രശ്നകലുഷിതമല്ലാത്ത ഒരു തീർത്ഥാടന കാലമാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷയിലും അല്ലെങ്കിൽ ഒരു സ്വപ്നങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഈ പോലീസിന് നൽകിയ നിർദ്ദേശത്തിൽ ഉള്ളതുപോലെ എല്ലാവർക്കും പ്രവേശനം സാധ്യമാണെന്നുള്ളത് ആക്ടിവിസ്റ്റുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ആശങ്ക ഇങ്ങനെ വർദ്ധിക്കുന്നത്. എന്തായാലും പ്രശ്നരഹിതമായൊരു തീർത്ഥാടന കാലം, എല്ലാവർക്കും സുഗമമായി ദർശനം നടത്താനുള്ള തീർത്ഥാടന കാലം സാധ്യമാവട്ടെ. അതിന് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ദേവസ്വം ബോർഡ് സർക്കാരും ഒരുക്കി കൊടുക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത അതിഥികൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി, നമസ്തേ.